അലി നോമ്പ് തുറക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ചെറിയ സാൻഡ്വിച്ച് മാത്രമേ അവന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം കഴിക്കാനൊരുങ്ങിയപ്പോൾ പുറത്ത് വിശന്നുവലയുന്ന പൂച്ചയെ കണ്ടു. തന്റെ സാൻഡ്വിച്ച് നിന്ന് പകുതി പൂച്ചയ്ക്ക് അലി നൽകി. പൂച്ച സന്തോഷത്തോടെ സാൻഡ്വിച്ച് കഴിച്ചു. അലി വിശന്നു കിടന്നുറങ്ങി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അലി ഉണർന്നപ്പോൾ അത്ഭുതപ്പെട്ടു. അവന്റെ മുന്നിൽ പഴങ്ങളുടെ ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു. ഒപ്പം നിങ്ങളുടെ ദയയുള്ള ഹൃദയത്തിനുള്ള സമ്മാനം എന്ന കുറിപ്പും ഉണ്ടായിരുന്നു. അലി സമീപത്തുള്ള ആളോട് ചോദിച്ചു, ആരാണ് ഇത് കൊണ്ടുവച്ചത്? ആ വ്യക്തി മറുപടി പറഞ്ഞു, നിങ്ങൾ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നത് മസ്ജിദിലെ ഇമാം കണ്ടു. അദ്ദേഹത്തിന് നിനക്ക് നൽകിയ സമ്മാനമാണ്. അലി വളരെ സന്തോഷവാനായിരുന്നു. ഒരു വലിയ ചിരിയോടെ അവൻ വീട്ടിലേക്ക് പോയി. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവം നമ്മെയും സഹായിക്കുമെന്ന് അലി മനസ്സിലാക്കി. തന്റെ അയൽവാസിയായ ഉമ്മിയെ ഇഫ്താറിന് ക്ഷണിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ഫുഡിന് കുറച്ചു പോരായ്മകൾ ഉണ്ടായിരുന്നു. ഉമ്മിയക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. ആമിനയോട് പറയുന്നതിന് പകരം ഉമ്മിയ കൂട്ടുകാരോട് പറഞ്ഞു. അവർ മറ്റുള്ളവരോട് പറഞ്ഞു. താമസിയാതെ എല്ലാവരും അറിഞ്ഞു. ഉമ്മിയെ ചെയ്തത് കേട്ടപ്പോൾ ആമിനയ്ക്ക് സങ്കടവും വേദനയും തോന്നി. എന്നാൽ ദേഷ്യപ്പെടാതെ ആമിന ഉമ്മിയയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എന്റെ തെറ്റുകളും പോരായ്മകളും എന്നോട് പറയുക, അത് ഉപദേശമാണ്. ഓർക്കുക, നാം ഒരാളുടെ തെറ്റുകളെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ അവരുടെ പുറകിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് പരദൂഷണമോ ഗോസിപ്പോ ആയി കണക്കാക്കപ്പെടുന്നു. പരദൂഷണം വലിയ പാപമാണെന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി നമ്മെ പഠിപ്പിച്ചു. ആമിന തുടർന്നു, മറ്റൊരാൾക്ക് നേരെ ആരെങ്കിലും അപവാദം പറഞ്ഞാൽ അവർ അപകീർത്തിപ്പെടുത്തുന്ന വ്യക്തി അവരോട് ക്ഷമിക്കുന്നതുവരെ അള്ളാഹു പൊറുക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മയുടെ കണ്ണുകൾ കുറ്റബോധത്താൽ നിറഞ്ഞു. ഗോസിപ്പിംഗിന്റെ ഗൗരവത്തെക്കുറിച്ച് അവൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഇനിയൊരിക്കലും പുറകിൽ ആരെയും കുറ്റം പറയില്ലെന്ന് അവൾ. പെരുന്നാൾ അടുക്കുന്തോറും അബ്ദുള്ളയുടെ വേവലാതി വർദ്ധിച്ചു. ദിവസങ്ങളോളം ജോലിയില്ലാതിരുന്നതിനാൽ ആവശ്യത്തിനുള്ള പൈസ തികഞ്ഞിരുന്നില്ല. എല്ലാവരും ആഘോഷിക്കാൻ ആവേശത്തിലായിരുന്നു. അബ്ദുള്ള തന്റെ ആശങ്കകൾ സുഹൃത്തിനോട് പങ്കുവച്ചു. അപ്പോഴാണ് ഒരു വയോധികൻ സഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ട് അവരെ സമീപിച്ചത്. ചികിത്സയ്ക്കുള്ള പണമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു അയാൾ. ഒരു മടിയും കൂടാതെ അബ്ദുള്ള ആ വൃദ്ധന് കുറച്ച് പണം കൊടുത്തു. അവന്റെ സുഹൃത്ത് ആശ്ചര്യപ്പെട്ടു. എന്തിനാണ് തന്റെ പരിമിതമായ ഫണ്ട് നൽകിയതെന്ന് ചോദിച്ചു. അബ്ദുള്ള പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ പണം ആവശ്യമുള്ള സമയമാണ് നൽകാൻ ഏറ്റവും നല്ല സമയം എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുള്ളയുടെ സുഹൃത്ത് കുറച്ച് പണം അവന്റെ കയ്യിൽ നീട്ടി. അബ്ദുള്ള സുഹൃത്തിനെ നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അല്ലാഹു നമ്മോട് കരുണ കാണിക്കുമെന്ന് ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുള്ള നന്ദി പറഞ്ഞു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഒരു ജ്ഞാനിയായ ഒരു പണ്ഡിതനെ സന്ദർശിച്ച് ഒരാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് മാറാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും എന്റെ ഹൃദയം എന്നെ വഴിതെറ്റിക്കുന്നു. പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് വൃത്തികെട്ട ഒരു പാത്രം ആ മനുഷ്യനെ കാണിച്ചു. ഈ പാത്രത്തിൽ ഭക്ഷണം വെച്ചാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം ചോദിച്ചു. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഭക്ഷണം കേടാകും. പണ്ഡിതൻ ഒരു സ്പോഞ്ച് എടുത്ത് പാത്രം വൃത്തിയാക്കിയ ശേഷം വീണ്ടും ചോദിച്ചു, നമ്മൾ ഈ വൃത്തിയുള്ള പാത്രത്തിൽ ഭക്ഷണം വെച്ചാൽ എന്ത് സംഭവിക്കും? ആ മനുഷ്യൻ പറഞ്ഞു, ഇനി നമുക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം. പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ മനസ്സ് അബദ്ധങ്ങളാൽ കറപിടിച്ച വൃത്തികെട്ട പാത്രം പോലെയാണ്. എന്നാൽ സ്പോഞ്ച് പാത്രം വൃത്തിയാക്കിയതുപോലെ പാപമോചനവും ദുആയും നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ആ മനുഷ്യൻ പണ്ഡിതനോട് നന്ദി പറഞ്ഞു. പ്രത്യാശയും പുതുതായി ആരംഭിക്കാൻ പ്രചോദനവും തോന്നി. മുസ്ലിങ്ങളുടെ പ്രത്യേക മാസമായ റമദാൻ ആയിരുന്നു അത്. മാതാപിതാക്കളെപ്പോലെ വ്രതമെടുക്കാൻ അലി എന്ന കുട്ടി ആഗ്രഹിച്ചു. പക്ഷേ അവൻ ആശങ്കാകുലനായിരുന്നു. ആഹാരവും വെള്ളവുമില്ലാതെ ഞാൻ എങ്ങനെ ദിവസം മുഴുവൻ പോകും? അവൻ ചിന്തിച്ചു. വെല്ലുവിളി ഏറ്റെടുക്കാൻ അലി തീരുമാനിച്ചു. സുഹൂറിന് വേണ്ടി അവൻ നേരത്തെ ഉണർന്നു. ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം കഴിച്ച് നോമ്പ് ആരംഭിച്ചു. ദിവസം മുഴുവൻ അലിക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. എങ്കിലും അവൻ തുടർന്നു. സുഹൃത്തുക്കളുമായി കളിക്കുന്നതിനിടെ ഇവർ തമ്മിൽ വഴക്കുണ്ടായി. അലിയുടെ മാതാവ് വന്ന് പറഞ്ഞു, റമദാൻ നോമ്പ് മാത്രമല്ല, ആത്മനിയന്ത്രണവും ദയയും ക്ഷമയുമാണ്. അലി തന്റെ സുഹൃത്തുക്കളോട് മാപ്പ് പറയുകയും വിലപ്പെട്ട ഒരു പാഠം പഠിക്കുകയും ചെയ്തു. സൂര്യൻ അസ്തമിച്ചതോടെ അലിയുടെ കുടുംബം ഇഫ്താറിനായി ഒത്തുകൂടി. നോമ്പിന്റെ ആദ്യ ദിനം പൂർത്തിയാക്കിയതിന്റെ ആവേശത്തിലായിരുന്നു അലി. അവന്റെ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നെയോർത്ത് അഭിമാനമുണ്ട് അലി. നീ ശക്തനും കഴിവുള്ളവനുമാണ്. നിങ്ങൾക്കും ശക്തനും കഴിവുള്ളവനുമായിരിക്കാൻ കഴിയും. സ്വയം വെല്ലുവിളിക്കാനും വളരാനും മികച്ച വ്യക്തിയാകാനുമുള്ള സമയമാണ് റമദാൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ ആയിഷ എന്ന പാവപ്പെട്ട വിധവ തന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പോറ്റാൻ പാടുപെട്ടു.
ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം മാത്രമായിരുന്നു അവരുടെ വരുമാന മാർഗം. റമദാൻ അടുക്കുമ്പോൾ വിശുദ്ധ മാസത്തിൽ തന്റെ മക്കൾക്ക് എന്തു നൽകുമെന്ന് ആയിഷ ആശങ്കപ്പെട്ടു. അവർക്ക് കുറച്ചു ദിവസം കഴിയാനുള്ള ഭക്ഷണം പോലും അവൾക്കുണ്ടായിരുന്നില്ല. ഒരു ദിവസം ആയിഷ അവളുടെ പൂന്തോട്ടത്തിൽ ജോലിക്ക് പോകുമ്പോൾ ഒരു അപരിചിതൻ അവളുടെ വീട്ടുവാതിൽക്കൽ പലചരക്ക് സാധനങ്ങൾ വച്ചിട്ട് കടന്നുപോയി. മാവും അരിയും ഈത്തപ്പഴവും മറ്റ് അവശ്യ സാധനങ്ങളും ബാഗിലുണ്ടായിരുന്നു. ആയിഷ സന്തോഷത്തിൽ മതിമറന്നു. അവളുടെ അയൽക്കാരോട് ചോദിച്ചിട്ടും അപരിചിതനെ കുറിച്ച് അറിയാൻ സാധിച്ചില്ല. പക്ഷേ തനിക്ക് ലഭിച്ച കാരുണ്യം ആയിഷ ഒരിക്കലും മറന്നില്ല. അവളുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ അപരിചിതനെ ഉൾപ്പെടുത്തി. ആ അപരിചിതൻ അനുഗ്രഹവും പ്രതിഫലവും അവൾ തേടി. റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ മാത്രമല്ല, കാരുണ്യത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും സമയമാണെന്ന്. അംഗീകാരമോ പ്രശംസയോ സോഷ്യൽ മീഡിയയിലെ ലൈക്കിനോ വേണ്ടിയല്ലാതെ അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം കരുതി മനസ്സറിഞ്ഞു. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ കൊടുക്കുന്നവന്റെ ആത്മാഭിമാനം കളങ്കമാക്കാതെ നമുക്ക് സഹായിക്കാം.